ഈ പറയാൻ പോണ കഥ ഒരു സെലിബ്രിറ്റി അഭിനയിച്ച കഥയല്ല. ഒരാള് ജീവിതത്തിൽ ഫേസ് ചെയ്ത ചലഞ്ചുകളും അതിൽ നിന്ന് അയാൾ നേടിയെടുത്തിട്ടുള്ള വിജയത്തിന്റെ കഥയാണ്. കോഴിക്കോട് മുക്കം ഭാഗത്തുള്ള കാഞ്ഞിരത്തിങ്ങിൽ എന്നുള്ള സ്ഥലത്തുള്ള ആദർശിന്റെ കഥ. ആദർശ് ഫുട്ബോൾ കളിച്ചും ക്രിക്കറ്റ് കളിച്ചും നാട്ടിൽ സാധാരണ പണിക്കൊക്കെ പോയി കറങ്ങിയെടുക്കുന്ന ഒരാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ തീരുമാനിക്കുകയും അയാൾ ഫേസ് ചെയ്തിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള കഥയാണ്. ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമുക്ക് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തിന്റെ ഉള്ളത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമല്ലോ. അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ നല്ല രീതിയിൽ സെർച്ച് ചെയ്യായിരുന്നു, നല്ലൊരു ജോബ് എന്ത് ജോബാണ് ചെയ്യാൻ പറ്റുക. നമ്മളെ ചാനൽ കണ്ട് കോഡിങ് പഠിക്കാൻ ആഗ്രഹിച്ചെങ്കിലും കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് മേടിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അപ്പൊ നോർമലി എല്ലാവരും ഇത് ഇട്ടെറിഞ്ഞ് പോവുകയാണ് ചെയ്യും. അങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാൻ തീരുമാനിച്ച ആദർശിന് മുന്നിൽ അമ്മ ഒരു പ്രതീക്ഷയായിട്ടൊരു കാര്യം പറയണം. പഠിക്കാൻ ലാപ്ടോപ്പ് വേണം എന്ന് പറഞ്ഞപ്പോൾ പൈസ ഒന്നും ഇല്ലായിട്ട് പിന്നെ സ്വർണം കൊടുത്ത് അത് പണയം വെച്ച് വാങ്ങിയത്. 29,000 രൂപേൻ്റെ ലാപ്ടോപ്പ് വാങ്ങി, സെക്കൻഡ് ലാപ്ടോപ്പ് ഞാൻ ടൗണിൽ പോയി വാങ്ങി. അങ്ങനെ ആ ലാപ്ടോപ്പുമായിട്ട് ആദർശ് അങ്ങനെ പഠിച്ചു തുടങ്ങി. പണ്ട് നമ്മുടെ പ്രോഗ്രാമിൽ കുട്ടികൾക്ക് കുറച്ച് ഫിയറൊക്കെ വരാൻ വേണ്ടി ടെർമിനേഷൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നേരിട്ട കുറേ കുട്ടികൾ ബ്രോക്യാമിനെ കുറിച്ച് കുറേ നെഗറ്റീവ് പലയിടത്തും പറയുക, സംസാരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. എവിടെ നോക്കിയാലും സത്യം പറയാൻ എനിക്ക് അത് നെഗറ്റീവാണ് കിട്ടിയത്. കോഴ്സ് ചെയ്യാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് അവിടെ നഷ്ടപ്പെട്ടു. എന്നിരുന്നാലും അവസാനം ആദർശ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അതിലും വലിയൊരു പ്രോബ്ലം ആദർശിനെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. പണിക്ക് പോയിക്കൊണ്ട് കോഴ്സ് ചെയ്യാൻ നല്ല റിസ്ക് ആയിരുന്നു. അതുപോലെ തന്നെ ഫീസ് അടയ്ക്കണമെങ്കിൽ നിർബന്ധമായിട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഭാഗ്യം പോലെ നമ്മുടെ നിസാർക്ക് വരുന്നത്. നിസാർക്കാണ് നമ്മുടെ ആദർശിന്റെ പണിസ്ഥലത്ത് മേസ്തിരിയൊക്കെ ആയിട്ടുള്ള ആളാണ്. അതെ. ഇപ്പോ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഈ നിസാർക്ക ഈ പണിന്റെ ഇടയിൽ എനിക്ക് വേറെന്തെങ്കിലും നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വേറെ എന്തെങ്കിലും നോക്കിക്കോ. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനീന്റെ പേര് പറഞ്ഞു, ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടോ, പോയിക്കോ, ഓൺലൈൻ ക്ലാസ് അല്ലേ, സുഖം. അപ്പോൾ അതിന്റെ കൂടെ വർക്ക് നടക്കാം. അതിന്റെ കൂടെ ഓന് പിന്നെ വർക്കിനും വരൂ. പലരും വീട്ടിലിരുന്നിട്ട് ബ്രോക്യാമ്പ് ഭയങ്കര കഷ്ടപ്പാടാണ്, മുന്നോട്ട് പോകാൻ പറ്റൂല എന്നൊക്കെ പറയുമ്പോൾ ആദർശിന്റെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയേ. രാവിലെ 7 മണിക്ക് നമ്മൾ പണിക്ക് പോവാണ്, അതും കൽപ്പണി വെയിറ്റൊക്കെ പൊന്തിക്കണ പണിക്ക് പോയിട്ട് അതൊരു 3 മണി വരെ ആ പണിയെടുക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു നേരമാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി കോഡ് ചെയ്തിരിക്കുക. എന്നിട്ട് രാത്രി 12, 1 മണി, 2 മണി വരെ കോഡ് ചെയ്തിരിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് രാവിലെ വീണ്ടും എണീച്ചിട്ട് എന്ത് ചെയ്യണം, രാവിലെ പണിക്ക് പോകണം. മറ്റുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ, മെജോറിറ്റി ആൾക്കാരും ഇട്ടെറിഞ്ഞ് പോകുന്ന ഒരു മൊമെന്റും കൂടിയാണ്. ആദർശ് ഇപ്പോൾ നമ്മൾ ആദ്യം കോൺടാക്ട് ചെയ്ത സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ നോക്കി ഓൾറെഡി ഒരു സാധാരണക്കാരനും അതേപോലെ പെയിൻറ്റിങ് പണിക്ക് പോകുന്നവരൊക്കെ ഒരു IT കരിയറൊക്കെ ബിൽഡ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ആൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. കോഴ്സ് ഞാൻ EMI ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പം എൻ്റെ അനിയത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ടാണ് ഞാൻ ഒരു EMI ലോണ് കിട്ടിയത്. അങ്ങനെ ഞാൻ പറഞ്ഞു ചെയ്യുകയാണെങ്കിൽ ചെയ്തോ, കുഴപ്പമില്ല, പിന്നെ പകുതി വെച്ച് നിർത്തരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സാലറി എന്നുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കി അവന് കൊടുത്തത് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ സഹായിച്ചിട്ടുണ്ട്. കുറേയൊക്കെ അവൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ്. അങ്ങനെ ആദർശ് തീരുമാനിക്കുകയാണ് ബ്രോക്യാമ്പ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്തേക്കാം. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോകാൻ തുടങ്ങി എന്ന് വിചാരിച്ചപ്പോഴാണ് ആദർശിന്റെ ജീവിതത്തിലോട്ട് ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രശ്നം കൂടി വരുന്നത്. പഠിക്കാനൊന്നും സൗകര്യമില്ല. ഇനി ചെറിയൊരു വീടേനി, ഇവിടുത്തെ ചെറിയ 2 റൂമും ചെറിയൊരു കൊലായൊക്കെ ഒക്കെ അതിന് ബുദ്ധിമുട്ടേനി ഇവന് പഠിക്കാനൊക്കെ. താമസിക്കുന്ന വീട് പൊളിക്കേണ്ടി വരും. പെട്ടെന്ന് തന്നെ പഠിത്തം അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വാടക വീട്ടിലോട്ട് മാറാൻ തീരുമാനിക്കും. അപ്പോൾ അവിടെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്, അതിൻ്റെ വാടകയും കൂടി കൊടുക്കും. ഈ EMI ചെലവിന് കൂടെ ആ വീടിൻ്റെ വാടകയും കൂടി വരും. അതേസമയം ശരീരം മോശമായതിൻ്റെ പേര്, ഹെൽത്ത് കണ്ടീഷൻ വീക്കായതിൻ്റെ പേര് തന്നെ പണിക്ക് പോകാൻ പറ്റാത്ത ഒരു പ്രത്യേക സിറ്റുവേഷനിലോട്ട് എത്താം. പണിക്ക് പോകുന്ന സമയത്ത് ഞാൻ കല്ലെടുത്ത സമയത്ത് എൻ്റെ ബാക്കിനൊരു ഇഞ്ചുറി പറ്റി. ഞാൻ വിചാരിച്ചെന്നെ ജസ്റ്റ് ഒരു ഉളുക്ക് പോലെ എന്തോ പറ്റിയതാണ്. പിന്നെ ഡോക്ടർ പോയി കണ്ട സമയത്ത് ഡോക്ടർ പറഞ്ഞു ഡിസ്കിനൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, ഡിസ്ക് ചെറുതായിട്ട് ബൾജായിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ വെയിറ്റ് എടുക്കുന്ന പണിക്കൊന്നും പോകാൻ പറ്റില്ല, പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കണം, റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഇത് അധികമാക്കും. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് വല്ലാതെ രീതിയിൽ ഡിപ്രസ്ഡായി. ഈ ഒരു മൊമെന്റിൽ ആരായാലും ഇത് ഇട്ടെറിഞ്ഞു പോകാനേ തീരുമാനിക്കുള്ളൂ. അപ്പോഴാണ് ആദർശ് ഇത് വിട്ടുകളഞ്ഞാൽ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് ഇരുന്ന് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ നേരിടാൻ തന്നെ തീരുമാനിച്ചു. ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ ഒരു ചളിക്കുണ്ടിൽ തന്നെ ഞാൻ എവിടെയാണോ എന്തൊക്കെയാണോ ചെയ്തോണ്ടിരുന്നത് ആ ഒരു ചളിക്കുണ്ടിൽ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ചിലപ്പോൾ വലിയൊരു തോർത്തമുണ്ടായിരുന്നു, ആ മുണ്ടെടുത്ത് വരിച്ച് മുറുക്കിയത് കെട്ടും, രാവിലെ ഞാൻ ഇറങ്ങും. അപ്പോൾ ഈ കല്ല് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കാനൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഓൻ എന്ത് ചെയ്യും, തോർത്തും കൊണ്ട് കൊണ്ടുവരും, എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഓൻ ഊരക്കിട്ട് കെട്ടും.
കെട്ടിയിട്ടാണ് അവൻ പണിയെടുക്കുക. കണ്ടാൽ നമുക്കൊരു പാവവും തോന്നും. പിന്നെന്താ വെച്ചാൽ പണിക്ക് വന്നില്ല അവൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. അവസാന ഘട്ടമായപ്പോൾ തീരെ എനിക്ക് പണിക്കും പോകാത്ത അവസ്ഥയായി. ഫിസിക്കലി നല്ല രീതിയിൽ ഈ ഒരു ബാക്ക് പെയിൻ ഹിറ്റ് ചെയ്തു. എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ബാംഗ്ലൂർ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആ റെസ്യൂമെ ഒന്ന് അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ റെസ്യൂമെ ഒന്ന് റെഡിയാക്കി അയച്ചു കൊടുത്തു. വിളിച്ച് ഞാൻ സക്സസ് ടീമിലെ ഷഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള മാമിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ജോലി സെറ്റ് ആയിട്ടുണ്ട്. ട്രീറ്റ്മെന്റിന് പോലും ഒരു 1000 റുപ്പീസ് പോലും എടുക്കാനില്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു വിളിച്ചത്. അപ്പോൾ ആള് എൻക്വയറി ചെയ്ത സമയത്ത് എന്താ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയൊന്നും അല്ല. ഹി നോസ് ദാറ്റ്. എന്നിട്ട് അതിനകത്ത് ചൂസ് ചെയ്തു ബിക്കോസ് ഓഫ് എ സിറ്റുവേഷൻ. അങ്ങനെ ഏതെങ്കിലും ജോലിക്ക് പോകേണ്ട ഒരാളല്ലല്ലോ ആദർശ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സക്സസ് ടീമിലെ ഷഹാനെയും നമ്മുടെ പ്ലേസ്മെന്റ് ടീമിലെ ഉമറിൻ്റെയും സപ്പോർട്ടോട് കൂടിയിട്ട് വീണ്ടും ബ്രോ ക്യാമ്പിൽ എത്രയും പെട്ടെന്ന് ജോബ് ട്രൈ ചെയ്യാമെന്നും മെഷീൻ ടാസ്കുകൾക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കാന്നുള്ള പ്ലേസ്മെന്റ് ടീമിൻ്റെ ഉറപ്പോട് കൂടിയിട്ടും ആദർശ് ആ ജോബ് വിട്ടെറിഞ്ഞ് നല്ലൊരു ജോബ് കണ്ടുപിടിക്കുക എന്നുള്ളതിൽ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഓഫർ ചെറുതായിരുന്നു എന്നുള്ളതും അത് ആക്ച്വലി ആദർശിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓഫർ അല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ ഒരു ഓഫർ വരുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് വേണ്ട, ഇതെടുത്ത് പോയി കഴിഞ്ഞാൽ നിനക്ക് എന്നത് ബുദ്ധിമുട്ടായിരിക്കും, വേറെ നോക്കാന്നുള്ളത് നമ്മൾ ഓരോ കാൻഡിഡേറ്റ്സിനോടും അങ്ങനെ പറയാറുണ്ട്. ഒരു നിലത്തൊരു കോയിൻ വീണാൽ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും സീരിയസ് ആണ് എൻ്റെ ബാക്ക് പെയിൻ. ഈ ഒരു ജോലി എനിക്ക് നിർബന്ധമായിട്ടും കിട്ടിയേ പറ്റൂ. അത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ട് മെഷീൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് റിസൾട്ട് എന്ന് അറിയില്ല, ഞാൻ വെയിറ്റ് ചെയ്യാണ്. അവന് വർക്ക് ചെയ്തിട്ട് പഠിക്കുന്ന ആളാണ്. ഡെയിലി ഒരു 7 hours കൽപ്പണിക്ക് പോയിട്ട് രാത്രിയിൽ ഉറങ്ങാതെ പഠിക്കുന്ന ആളാണ്. അപ്പം അത്രയും കാലിബറുള്ള ഒരു സ്റ്റുഡൻറ്റിന് ഹി ഡിസേർവ് സംതിങ് ബെറ്റർ. ലൈഫിൽ എന്ത് ചെയ്യണമെന്നറിയാതെ എന്തെങ്കിലുമൊക്കെ ഒരു പണിക്ക് പോയി കുറഞ്ഞ വേതനത്തിന് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അതുപോലൊരു ജീവിതമായിരുന്നു ആദർശനുണ്ടായിരുന്നു. അവിടെ നിന്ന് ആഗ്രഹിക്കാൻ പഠിക്കുകയും ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഡേ നൈറ്റ് വർക്ക് ചെയ്യാൻ തീരുമാനിക്കുകയും മുന്നിൽ നേരിട്ടുള്ള എല്ലാ തടസ്സങ്ങളെയും ഇച്ഛാശക്തിയോടെ നേരിട്ട് ആദർശ് നേടിയ വിജയം ഇത് കാണുമ്പോൾ ഇമോഷണൽ ആവാതിരിക്കാൻ പറ്റില്ല. ജോലി കിട്ടിയ സമയത്ത് വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി. അമ്മ ആണെങ്കിലും അനിയത്തി ആണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവരും ഹാപ്പി ആയിരുന്നു. മോൻ്റെ പണി എന്താണെന്ന് യൂഷ്വലി ഒരാൾ ചോദിക്കും. അത് നാട്ടിൽ അങ്ങനെയാണല്ലോ. കാരണം കൽപ്പണിക്ക് പോകാമെന്ന് പറയാൻ പറ്റില്ല 4 ആളുകളെ മുന്നിൽ. മോൻ്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന് നമുക്ക് ആരെ മുഖത്ത് നോക്കി പറയാനുള്ളൊരു കോൺഫിഡൻസ് അമ്മയ്ക്ക് തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ഒരു സന്തോഷം അമ്മേൻ്റെ മുഖത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പണിയൊക്കെ കിട്ടിയപ്പോൾ എല്ലാം സന്തോഷമായി. ജോലി കിട്ടിയ സന്തോഷം. അത് ഓൻ തന്നെ പഠിച്ച് സ്വന്തം നിലയിൽ ജോലി എടുത്താൽ മതി. പ്രോട്ടോടൈപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനൊക്കെ സ്വപ്നം കണ്ടതും ഇതുപോലുള്ള ഓരോ നിമിഷങ്ങളാണ്.